രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് പുട്ടും കടലക്കറി ആയിരുന്നു കേട്ടോ. ഈ പുട്ട് കണ്ടപ്പോൾ ഈ ശരിക്കും എൻ്റെ ആദർശേനെയാണ് മിസ് ചെയ്തത്. ആദർശേന് നല്ല ഇഷ്ടമാണ് ഈ പുട്ടിൽ നിറച്ച് തേങ്ങ ചിരക്കിട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ചേച്ചി ഇത് അടിച്ചു വരികയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു. എനിക്കും ഇഷ്ടമാണ് കേട്ടോ പുട്ടും കടലക്കറി. ഇപ്പം പഠിക്കാൻ പോയേക്കട്ടെ. അപ്പോൾ പുട്ട് കഴിക്കുന്ന സമയത്ത് ചായക്ക് ഭയങ്കര ചൂടായിരുന്നു. അത് കാരണം ഞാൻ ആ സമയത്ത് ചായ കുടിച്ചു. പുട്ടൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ ചായ എടുത്തിട്ട് പിന്നെ TV ഒക്കെ കണ്ടിരുന്നു കുടിച്ചു കേട്ടോ. പിന്നെ ചേച്ചിക്കും ചേട്ടനും ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിതേ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്ട് കൊണ്ട് സാരി എനിക്ക് ഭയങ്കരമായിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ തേച്ചപ്പനെ കൊണ്ടുപോകാതെയാണ് ഇവർ രണ്ടുപേരും കൂടി പോകുന്നത് കേട്ടോ. അവനറിയില്ല എന്നിങ്ങനെ ഒരു ഫംഗ്ഷൻ ഉള്ള കാര്യമൊന്നും അറിയില്ല കേട്ടോ. അല്ലെങ്കിൽ മൂപ്പരിന്ന് പഠിക്കാൻ പോണ സമയത്തൊക്കെ ഞാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഗുസ്തി കാണിച്ചായിരുന്നു. അങ്ങനെ ചേച്ചി വീട്ടിലില്ലെങ്കിൽ പിന്നെ പണിക്കാർക്ക് വേണ്ട സാധനങ്ങളും ചായ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് കൊടുക്കാറ്. അപ്പോൾ അവർക്ക് ചായ വെച്ചിട്ട് നന്നായിട്ട് ഇതേ ആറ്റി കൊടുക്കായിരുന്നു കേട്ടോ. പിന്നെ പുട്ട് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ചായക്ക് ഞാൻ കൊടുത്തു. അതിനുശേഷം എനിക്ക് നന്നായി തലവേദനിച്ചു തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം ഞാൻ പോയിട്ട് കിടന്നു കേട്ടോ. തലവേദന എന്ന് പറയുമ്പോൾ അങ്ങേറ്റം എന്തോ ഒരു പോലെ നല്ല തലവേദനയായിരുന്നു. പിന്നെ എന്തായാലും ചേച്ചി വന്നിട്ട് കുളിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1:30 ആകുമ്പോഴേക്കും വിനീഷേട്ടനും ചേച്ചിയും കൂടി എത്തിയിട്ടോ. അങ്ങനെ അവള് വരുമ്പോൾ ജ്യൂസ് പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവള് പറയുന്നുണ്ട് നീ വേഗം പോയി കുളിച്ചിട്ടോ അത് കഴിക്കുന്നു പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ പോയിട്ട് വേഗം കുളിച്ചു കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ട് ഇതേ മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഒരു ബർഗറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് രണ്ടും കൂടി എടുത്തു കേട്ടോ. അങ്ങനെ ബർഗർ ഞാൻ ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ബർഗർ കഴിക്കണത്. ഇത് മുട്ടയുടെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതും കൂടി ഞാൻ കഴിച്ചു. പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് വിശപ്പുണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ ഫുഡ് കഴിച്ചില്ല കേട്ടോ. അങ്ങനെ പോയിട്ട് ഞാൻ നല്ലൊരു ഉറക്കം. ഇപ്പോൾ ഉച്ചയുറക്കം എനിക്ക് നന്നായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ കുറേ ടൈം ഇപ്പോൾ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തേജപ്പൻ നാളെ ടൂർ പോവാണ് ഗൈസ്. അപ്പോൾ അവന് വേണ്ട സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വിനീഷേട്ടനും തേജപ്പനും കൂടി വന്നിട്ടുണ്ട്. ടൂർ പോണതിൻ്റെ പ്രകടനങ്ങൾ ഇവിടെ 2-3 ദിവസം മുന്നേ തൊട്ട് തേജപ്പൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നാളെ ഈ സമയത്ത് ഞാൻ അവിടെ ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു തേജപ്പനെ. അങ്ങനെ ഇതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എൻ്റെ മുമ്പിൽ കുറച്ച് പവർ കാണിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.